കൂട്ടുകാരെ, ഹൈ പ്രൈസ് ദി ലോർഡ്. സ്നേഹം ചൊല്ലിടാം, നമുക്കൊത്തിടാം, എന്നാൽ പ്രത്യാശയിൽ മുന്നേറാം. ത്യാഗരാജനേശുവിൻ സൈനികരെ, ത്യാഗരാജനേശുവിൻ പോർവീരരെ, ത്യാഗരാജനേശുവിൻ സൈനികരെ, ത്യാഗരാജനേശുവിൻ പോർവീരരെ, ഒത്തുചേർന്നിടാം, മുന്നേറിടാം, ജയത്തിൻ കാഹളങ്ങൾ മുഴക്കിടാം. ഒത്തുചേർന്നിടാം, മുന്നേറിടാം, ജയത്തിൻ കാഹളങ്ങൾ മുഴക്കിടാം. തൻ സ്നേഹം ചൊല്ലിടാം, നമുക്കൊത്തിടാം, നൽ പ്രത്യാശയിൽ മുന്നേറാം. കാൽവറിയിൽ യാഗമായി തങ്കച്ചോരയൂറ്റിയ ആത്മനാഥനേശുവെ വാഴ്ത്തിടാം. തൻ സ്നേഹം ചൊല്ലിടാം, നമുക്കൊത്തിടാം, നൽ പ്രത്യാശയിൽ മുന്നേറാം. യോശുവ 10-ാം അധ്യായത്തിലോട്ട് നാം വരുമ്പോൾ അവിടെ ഗിബിയോന് പട്ടണത്തിന് ചുറ്റും മറ്റനേകം വലിയ പട്ടണങ്ങളുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവരെല്ലാം ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടിരുന്നത്? ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് അവർ കേട്ടിരുന്നത് അവരുടെ ദൈവം ഭയങ്കരനായ ദൈവമായിരുന്നെന്ന്. യെരിഹോവിൻ്റെ മതിൽ തകർത്തതും ഹായിയുടെ വിജയത്തെക്കുറിച്ചും ഗിബയോന്യ പട്ടണത്തിലെ ആളുകളും ഇസ്രായേൽ മക്കളും കൂടി സമാധാനം ഉണ്ടാക്കിയതിനെക്കുറിച്ചും അവർ കേട്ടിരുന്നു. അതിൽ ഒരു രാജാവ്, അതായത് യെരൂശലേം രാജാവായ അദോനിസേദെക് വളരെയധികം ഭയപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റു രാജാക്കന്മാരോട് സഹായം അഭ്യർത്ഥിച്ചു. ഹെബ്രോൻ രാജാവായ ഹോഗാമിനോടും യർമൂത്ത് രാജാവായ ഹീരാമിനോടും അതുപോലെ യാഗീസ് രാജാവായ യാഗീലിനോടും എഗ്ലോൻ രാജാവായ ദെബീരിനോടൊക്കെയും, അതായത് ഗിബയോനിനെ നശിപ്പിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു എന്നെ സഹായിപ്പീൻ, അവർ യോശുവയോട് സഖ്യത ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു. അങ്ങനെ ആ 5 അമോര്യ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്നു ഗിബയോന് നേരെ പാളയം ഇറങ്ങി അവരോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി. അപ്പോൾ ഗിബയോന്യർ യോശുവയോട്, അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ, പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോര്യ രാജാക്കന്മാരൊക്കെയും തങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചുകൂടിയിരിക്കുന്നു എന്ന് പറയിച്ചു. യോശുവയും പടജനമൊക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്നും പുറപ്പെട്ടു. യഹോവ യോശുവയോട് ഈ സമയത്ത് പറഞ്ഞു, അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്ന് അരുളി ചെയ്തു. ദൈവം യോശുവയോട് അരുളി ചെയ്തതിന് ശേഷം അവർ പൂർണ്ണ ധൈര്യത്തോടെ മുന്നേറി. മറ്റേതെങ്കിലും രാജാക്കന്മാർ അവനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എന്തിനു ഭയപ്പെടണം അല്ലേ? രാജാതിരാജാവായ ദൈവം യോശുവയോട് കൂടെയാണ്. ശത്രുക്കളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ? സ്തോത്രം. യോശുവ ശത്രുക്കളുടെ നേർക്ക് അടുത്തപ്പോൾ ദൈവം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. വളരെയധികം ശത്രുക്കൾ ചത്തൊടുങ്ങി. ഇസ്രായേൽ ശത്രുക്കളെ ഓടിച്ചപ്പോൾ ദൈവം ആകാശത്ത് നിന്ന് അവരുടെ മേൽ കൽമഴ പെയ്ച്ചു. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കൽമഴയാൽ മരിച്ചു പോയവർ അധികമായിരുന്നു. അതെ, കൽമഴയാൽ മരിച്ചു പോയവർ അധികമായിരുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അല്ലേ? നമ്മുടെ ഇന്നത്തെ വാക്യം സങ്കീർത്തനം 44:3. തങ്ങളുടെ വാൾ കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതിയുണ്ടായിരുന്നുവല്ലോ. സങ്കീർത്തനം 44:3. അശ്വബലത്താൽ ഞാൻ ജയം നേടില്ല, രഥചക്രങ്ങൾ തുണയില്ല. അശ്വബലത്താൽ ഞാൻ ജയം നേടില്ല, രഥചക്രങ്ങൾ തുണയില്ല. ഭയപ്പെടേണ്ട, ഭ്രമിച്ചിടേണ്ട, യുദ്ധമെന്നും ദൈവത്തിൻ്റെതാ. ഭയപ്പെടേണ്ട, ഭ്രമിച്ചിടേണ്ട,
യുദ്ധമെന്നും ദൈവത്തിൻ്റെതാ. എന്നോട് കൂടെയുള്ള ദൈവം, ദൈവം എന്നെ കൈവെടിയാത്ത ദൈവം, ദൈവം എന്നോട് കൂടെയുള്ള ദൈവം, ദൈവം എന്നെ കൈവെടിയാത്ത ദൈവം. ജയം നൽകും ദൈവം, സ്നേഹവാനാം ദൈവം, ജയം നൽകും ദൈവം, സ്നേഹവാനാം ദൈവം. എന്നും എന്നും എൻ്റെ ആശ്രയം, എന്നും എന്നും എൻ്റെ ആശ്രയം. God bless you.